മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ സജ്ജമായി കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഒറ്റയ്ക്കും കൂട്ടമായും സമൂഹമായും ഒക്കെ ഇരുന്നവരെ ഞാൻ കാണുന്നുണ്ട്. രോഗികളായവർ, പ്രത്യേകമായി നിയോഗം വെച്ച് ഈ പ്രാർത്ഥന കേൾക്കുന്നവർ എല്ലാവരെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ ദൈവം ഒരു ലുപ്തനല്ല, ധാരാളിയാണ്. എന്തു ചോദിക്കുന്നുവോ ഇരട്ടി തരുന്നതാണ്. സ്നേഹമാണോ, സമാധാനമാണോ, സമ്പത്താണോ, സന്താനമാണോ, എന്ത് ചോദിച്ചാലും ഔദാര്യത്തോടെ നൽകുന്ന കർത്താവാണ് ഇന്ന് വചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് കർത്താവ് തരുന്ന വചനം 2 കൊരിന്ത്യർ 9:8. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട അനുഗ്രഹങ്ങൾ സമർത്ഥമായി നൽകാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. ചോദിക്കുന്നതിനേക്കാൾ വളരെയധികം ചെയ്തു തരാൻ കഴിവുള്ളവനാണ്. ഒരിക്കലും പറ്റാത്ത നന്മയുടെ ഉറവിടമാണ് നമ്മുടെ ദൈവം. സത്കൃത്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രവർത്തന ഊർജം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ഒരിക്കലും തളരാത്ത മനസ്സുമായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു പവർ ഹൗസാണ്. എവിടെ മുറിവുകളുണ്ടോ ആ മുറിവുകൾ തൈലം പുരട്ടാൻ, എവിടെ ബലഹീനതയുണ്ടോ അവിടെ ബലം തരാൻ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ നടക്കുകയാണ്. ആ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ആ ദൈവമാണ് നമ്മൾ സംസാരിക്കുന്നത്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായിട്ട് തരാൻ, ജോലിയും ആരോഗ്യവും സൗന്ദര്യവും കൃപകളും എല്ലാം സമൃദ്ധമായി, മാത്രമല്ല നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള നല്ല സുമനസ്സും അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പലവിധ നിയോഗങ്ങൾക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ ദൈവമക്കളുടെ പക്കലേക്കും ഈശോ കടന്നു വരികയാണ്. രോഗികൾ സുഖം പ്രാപിക്കട്ടെ, ദുഃഖങ്ങൾ സന്തോഷമായി മാറട്ടെ, നിൻ്റെ ആശകൾ ആഗ്രഹങ്ങൾ സഫലമണിയട്ടെ. കർത്താവിൻ്റെ വലിയ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും പൂരിതരായി തീരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനം നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് എഴുതി വയ്ക്കുക. പ്രത്യേകമായ വിധത്തിൽ ഒരു 10 പേർക്ക് ഷെയർ ചെയ്യുക. ഇതൊരു മീറക്കിൾ വചനമാണ്. മീറക്കിൾ, അത്ഭുതം പ്രവർത്തിക്കും. അത് ഷെയർ ചെയ്യുന്നവർക്കും എത്തിച്ചേരുന്നവർക്കും ഇത് സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.